GM ന്യൂസ് തിരുവനന്തപുരം രാത്രി വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഞാൻ NS നെല്ലിക്കുന്നം. വാർത്തകളുടെ ഹെഡ്ലൈൻസ്. IPC കേരള സ്റ്റേറ്റ് ശുശ്രൂഷകന്മാരുടെ സമ്മേളനം ഓഗസ്റ്റ് 1 മുതൽ വിവിധ ജില്ലകളിൽ നടക്കും. പടിയൂർ പൂവമ്പുഴയിൽ സഹപാഠികൾ ഒഴുക്കിൽപ്പെട്ട് ദാരുണ അന്ത്യം. ജനറൽ കൺവെൻഷൻ അനുബന്ധിച്ച് കുമ്പനാട്ട് 101 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കും. പാലക്കാട് പാസ്റ്റേഴ്സ് ഫെലോഷിപ്പ് വാർഷിക യോഗവും പുതിയ ഭരണസമിതി തിരഞ്ഞെടുപ്പും നടന്നു. IPC ആറ്റിങ്ങൽ സെൻറ്റർ പ്രയർ ബോർഡ് ഉണർവിൻ്റെ 21 ദിനങ്ങൾ. വാർത്തകൾ വിശദമായി. IPC കേരള സ്റ്റേറ്റ് ശുശ്രൂഷകന്മാരുടെ ആത്മീയ സംഗമം പാസ്റ്റേഴ്സ് കോൺഫറൻസ് 2024 ഓഗസ്റ്റ് 1 മുതൽ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും നടക്കും. തെക്കേ അറ്റമായ തിരുവനന്തപുരം ജില്ലയിൽ ഓഗസ്റ്റ് 1 നാലാഞ്ചിറ IPC ജയോത്സവം വർഷിപ്പ് സെൻറ്ററിൽ തുടക്കം കുറിക്കും. ഓഗസ്റ്റ് 5 കൊട്ടാരക്കര മേഖലയിൽ അടൂർ ഈസ്റ്റ് വെസ്റ്റ് സെൻറ്ററുകൾ അടക്കം ആയൂർ വേങ്ങൂർ ന്യൂ ലൈഫ് സെമിനാരിയിൽ സമ്മേളനം നടക്കും. ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ ശുശ്രൂഷക സമ്മേളനം 6 കുമ്പനാട് ഹെബ്രോൺപുരത്തും കോട്ടയം ഇടുക്കി ജില്ലകൾ 8 കോട്ടയം തിയോളജിക്കൽ സെമിനാരിയിൽ കൂടും. 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം 12 എറണാകുളം തൃശൂർ ജില്ലകളിലെ ശുശ്രൂഷകന്മാർ പെരുമ്പാവൂർ 1 മൈൽ IPC ഹെബ്രോൺ സഭാഹാളിൽ സംഗമിക്കും. ഓഗസ്റ്റ് 14 പാലക്കാട് ജില്ലാ ശുശ്രൂഷക സമ്മേളനം IPC ശാലയും നെന്മാറയിൽ നടക്കും. 3 മാസങ്ങൾക്കു ശേഷം 2024 ഡിസംബറിൽ നടക്കുന്ന സ്റ്റേറ്റ് കൺവെൻഷനോട് അനുബന്ധിച്ച് മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് തുടങ്ങിയ ജില്ലകളിലെ ശുശ്രൂഷകന്മാർ നിലമ്പൂർ, പാലുണ്ട ന്യൂ ഹോപ്പ് ബിബ്ലിക്കൽ സെമിനാരിയിൽ ഒത്തുചേരുന്നതോടെ IPC സ്റ്റേറ്റ് ശുശ്രൂഷക സമ്മേളനത്തിന് തിരശ്ശീല വീഴും. ശുശ്രൂഷക സമ്മേളനത്തിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി എല്ലാ ദൈവദാസന്മാരും പ്രാർത്ഥിക്കണമെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി പാസ്റ്റർ ഡാനിയൽ കൊന്ന നിൽക്കുന്നതിൽ ആവശ്യപ്പെടുന്നു. വാർത്ത സുന്ദരേശൻ പന്തലക്കോട്. അലറി വിളിച്ചു, ഇറങ്ങല്ലേ മക്കളെ. കൺമുമ്പിൽ പെൺകുട്ടികൾ ഒഴുകിപ്പോയ വേദന പങ്കുവെച്ചു ദൃക്സാക്ഷികൾ. കയറിപ്പോ, അവിടെ ഇറങ്ങല്ലേ മക്കളെ. കൺമുന്നിൽ 2 പെൺകുട്ടികൾ പുഴയിൽ ഇറങ്ങുന്നത് കണ്ട് മീൻ പിടിക്കുകയായിരുന്ന പടിയൂരിലെ മുഹമ്മദ് അലിയും ജബ്ബാറും പലതവണ അലറി വിളിച്ചു. പഴശ്ശി പദ്ധതിയുടെ ഭാഗമായ പടിയൂർ പൂവമ്പുഴയിൽ സഹപാഠികളായ ഷഹർബാനയും 28, സൂര്യയും 23 കൺമുമ്പിൽ ഒഴുകിപ്പോകുന്നത് കണ്ട വേദന പങ്കുവയ്ക്കുകയായിരുന്നു ഇരുവരും. ഇവർ മീൻ പിടിക്കുന്നതിന് 200 മീറ്റർ അകലെയാണ് ഇരുവരും കളിക്കാനിറങ്ങിയത്. ഞങ്ങൾ മുങ്ങില്ല, മറുപടി പറഞ്ഞു. കളിക്കാൻ ഇറങ്ങി, കുഴപ്പമില്ല, ഞങ്ങൾ മുങ്ങില്ല, മറുപടി പറഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇരുവരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ആർത്തുലച്ചു വരുന്ന ഒഴുക്കിൽ 1-2 തവണ ഒരാൾ മുങ്ങിത്താഴുന്നത് മുഹമ്മദ് അലിയും ജബ്ബാറും കണ്ടെങ്കിലും നിമിഷങ്ങൾക്കുള്ളിൽ ചുഴിയിൽപ്പെട്ട് അപ്രതീക്ഷിതമായി രണ്ടാമതൊരു കുട്ടി അല്പനിമിഷത്തിനുള്ളിൽ ഇവർ വിരിച്ച വലയിൽ കുടുങ്ങിയെങ്കിലും കയ്യെത്തും അകലെ വച്ച് ചുഴിയിലേക്ക് താഴുകയായിരുന്നു എന്ന് മുഹമ്മദ് അലി പറഞ്ഞു. 1 മണിക്കൂറോളം പുഴക്കരയിലൂടെ നടന്ന് പുഴയുടെ ഭംഗി മൊബൈലിൽ പകർത്തിയും സെൽഫി എടുത്തുമാണ് സൂര്യയും ഷഹർബാനയും പുഴയിലേക്ക് ഇറങ്ങിയത്. സഹപാഠിയായ പടിയൂരിലെ ജസീനയുടെ വീട്ടിലെത്തിയതായിരുന്നു ഇരുവരും. പുഴയിൽ ഇറങ്ങി ഇരുവരും വെള്ളം കോരി കളിക്കുമ്പോൾ ജസീന പുഴക്കരയിൽ ഉണ്ടായിരുന്നു. കൺമുന്നിൽ സഹപാഠികൾ മുങ്ങിത്താഴുമ്പോൾ അലറി വിളിക്കാൻ പോലും കഴിയാത്ത വിധം ജസീന ബോധം കെട്ടു വീണു. ഇരിട്ടിയിലെ ഒഴുക്കിൽപ്പെട്ട 2ാമത്തെ വിദ്യാർത്ഥിനിയുടെ മൃതദേഹവും കണ്ടെത്തി. പടിയൂരിൽ ചൊവ്വാഴ്ച ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥികളുടെ മൃതദേഹം കണ്ടെത്തി. ഇരിക്കൂർ സീബ് കോളേജ് ബിരുദ വിദ്യാർത്ഥിനി ചക്കരയ്ക്കൽ 4ാം പീടികയിലെ സൂര്യ 23 മൃതദേഹമാണ് ഒടുവിലായി കണ്ടെത്തിയത്. പൂവം കടവിൽ നിന്നായിരുന്നു മൃതദേഹം കണ്ടെടുത്തത്. മറ്റൊരു വിദ്യാർത്ഥിനി എടയന്നൂർ
തെരുവിലെ ഷഹർബാനയുടെ മൃതദേഹം രാവിലെ തന്നെ കണ്ടെത്തിയിരുന്നു. കുമ്പനാട് 101ാമത് IPC ജനറൽ കൺവെൻഷന് മുന്നോടിയായി 101 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കുമ്പനാട് ഹെബ്രോൻ പുരത്തുള്ള പ്രയർ ചേംബറിൽ ഒക്ടോബർ 1 മുതൽ ജനുവരി 10 വരെ നടക്കുമെന്ന് പബ്ലിസിറ്റി ചെയർമാൻ പാസ്റ്റർ ഫിലിപ്പ് പി തോമസ് അറിയിച്ചു. ഇതോടെ IPCയുടെ ആത്മീയ സംഗമത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ്. ജനുവരി 12 മുതൽ 19 വരെയാണ് കൺവെൻഷൻ. രാജ്യത്ത് IPCക്ക് 26 സംസ്ഥാന കൗൺസിലുകളും വിദേശത്ത് 18 റീജിയണലുകളുമുണ്ട്. വ്യാഴാഴ്ച ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ ഡോക്ടർ വത്സൻ എബ്രഹാമിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ജനറൽ കൗൺസിൽ കൺവെൻഷൻ്റെ വിവിധ കമ്മിറ്റികളുടെ ചെയർമാൻമാരെ തിരഞ്ഞെടുത്തു. കമ്മിറ്റി പിന്നീട് വിപുലമാക്കും. കൺവെൻഷൻ സബ് കമ്മിറ്റി ചെയർമാൻമാരായി താഴെ പറയുന്ന പാസ്റ്റർമാരെ നിയമിച്ചു. സംഗീതം വത്സൻ എബ്രഹാം, പബ്ലിസിറ്റി ഫിലിപ്പ് പി തോമസ്, പ്രാർത്ഥന ബേബി വർഗീസ്, തിരുവത്താഴം തോമസ് ജോർജ്, പന്തൽ കാച്ചാണത്ത് വർക്കി എബ്രഹാം, സാമ്പത്തികം ജോൺ ജോസഫ്, രജിസ്ട്രേഷൻ കെ കോശി, റിസപ്ഷൻ റജി ഓദ്ര, താമസം ബേബി കടമ്പനാട്, വിജിലൻസ് കേണൽ VI ലൂക്ക്, ഗതാഗതം ചെറിയാൻ ജോർജ്, വേസ്റ്റ് മാനേജ്മെൻറ്റ് PA ജോർജ്, പൊല്യൂഷൻ സാം പനച്ചയിൽ, മെഡിക്കൽ ഡോക്ടർ ജോർജ് തോമസ്, കൗൺസിലിംഗ് ജെയിംസ് ചാക്കോ, സ്തോത്രകാഴ്ച വർഗീസ് മാത്യു, ഹിന്ദി യോഗം രാജൻ ചാക്കോ, യൂത്ത് അഡ്വാൻസ് കിംസ്ലി ചെല്ലൻ, പാർക്കിംഗ് എബി പെരുമ്പട്ടി. പാലക്കാട് പാസ്റ്റേഴ്സ് ഫെലോഷിപ്പിൻ്റെ വാർഷിക യോഗം IPC കൂട്ടുപാത സഭയിൽ വെച്ച് പാസ്റ്റർ ജോസഫ് ടിയുടെ അധ്യക്ഷതയിൽ വൈകുന്നേരം 3 മണിക്ക് പ്രാർത്ഥിച്ചാരംഭിച്ചു. PPF സെക്രട്ടറി പാസ്റ്റർ N എബ്രഹാം വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ ജോസഫ് ടി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. പാസ്റ്റർ സജിമോൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി അനേക വിഷയങ്ങൾക്ക് വേണ്ടി ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചു. PPF ആക്ടിംഗ് പ്രസിഡന്റ് പാസ്റ്റർ PD മർക്കോസ് തിരുവചനത്തിൽ നിന്നും ശുശ്രൂഷിച്ചു. ഈ കാലഘട്ടത്തിൽ നാം ദുരുപദേശങ്ങൾക്കെതിരായി ശക്തമായി നിലകൊള്ളണമെന്ന് തിരുവചന സന്ദേശത്തിൽ കൂടി താൻ അറിയിച്ചു. പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷകൾ ചെയ്യുന്ന കർത്തൃദാസന്മാർ സന്നിഹിതരായിരുന്നു. അടുത്ത സാമ്പത്തിക വർഷത്തിലേക്കുള്ള പ്രവർത്തക കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. വാർത്ത ജിജോ പാലക്കാട്. IPC ആറ്റിങ്ങൽ സെൻട്രൽ പ്രയർ ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ 21 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും ജൂലൈ 7 മുതൽ 27 വരെ എല്ലാ ദിവസവും രാവിലെ 10:30 മുതൽ 1:30 വരെ, വൈകുന്നേരം 6 മുതൽ 8:30 വരെയും IPC സിയോൺ ചർച്ച് സെൻട്രൽ ചർച്ച് കല്ലൂർ റോഡ് തോന്നയ്ക്കൽ നടക്കും. ഉദ്ഘാടനം പാസ്റ്റർ വിൽസൺ ഹെൻറി, IPC ആറ്റിങ്ങൽ സെൻട്രൽ മിനിസ്റ്റർ. പ്രാസംഗികർ പാസ്റ്റർ ജോയി പ്രകാശ്, പാസ്റ്റർ ജെയിംസ് ഡാനിയേൽ, പാസ്റ്റർമാരായ ബോവസ് യോഗന്നാൻ, സാബു ചാരുവേലി, ബിജു മാത്യു, ബിൽ ജോസ്, ബൈജു തോമസ്, സേഫ രാജേഷ്, സിസ്റ്റർ സേഫ രാജേഷ്, പാസ്റ്റർമാരായ ടിജോ സോളമൻ, രാജു ജോൺ, സുരേഷ് ബാബു, ഷിജിൻ ജോസ് എന്നീ ദേവദാസന്മാർ ദൈവവചനം പ്രസംഗിക്കുന്നു. മറ്റുള്ള ദിവസങ്ങളിൽ സെൻറ്ററിലെ അനുഗ്രഹീത ദേവദാസന്മാരും ശുശ്രൂഷിക്കും. പ്രൈസ് ആൻഡ് വർഷിപ്പ് സെൻറ്റർ കൊയർ നടത്തും. മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിരിക്കുമെന്ന് ഈ യോഗങ്ങൾക്ക് സെൻട്രൽ പ്രയർ ബോർഡ് നേതൃത്വം നൽകുന്നു. രോഗികൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഇവാഞ്ചലിസ്റ്റ് ഷാജി എബ്രഹാം ചെയർമാൻ, റോബർട്ട് സെക്രട്ടറി, പബ്ലിസിറ്റി കൺവീനർ ആൻസൺ അഗസ്റ്റീൻ ഏവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നതായി അറിയിക്കുന്നു. വാർത്ത സാം വഴയില. വാർത്തകൾ ചുരുക്കത്തിൽ. IPC കേരള സ്റ്റേറ്റ് ശുശ്രൂഷകന്മാരുടെ സമ്മേളനം ഓഗസ്റ്റ് 1 മുതൽ വിവിധ ജില്ലകളിൽ നടക്കും. പടിയൂർ പൂവമ്പുഴയിൽ സഹപാഠികൾ ഒഴുക്കിൽപ്പെട്ട് ദാരുണാന്ത്യം. ജനറൽ കൺവെൻഷൻ അനുബന്ധിച്ച് കുമ്പനാട്ട് 101 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കും. പാലക്കാട് പാസ്റ്റേഴ്സ് ഫെലോഷിപ്പ് വാർഷിക യോഗവും പുതിയ ഭരണസമിതി തിരഞ്ഞെടുപ്പും നടന്നു. IPC ആറ്റിങ്ങൽ സെൻറ്റർ പ്രയർ ബോർഡ് ഉണർവിൻ്റെ 21 ദിനങ്ങൾ. GMൻ്റെ ഇന്നത്തെ രാത്രി വാർത്തകൾ വിരാമം കുറിക്കുന്നു. അടുത്ത വാർത്തകളുമായി വീണ്ടും വരാം. നന്ദി.